ന്യൂസ് അറ്റ് മരീനിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. നവാഗതരെ സ്വാഗതം ചെയ്ത് കുട്ടിക്കാനം മരീൻ കോളേജ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ജൂൺ 23-ാം തീയതി വരെ തുടരുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. മാധ്യമമേഖലയിലേക്ക് കരിയർ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്കായി കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്ര പദ്ധതിയായ പ്രിയദർശിനിക്ക് തുടക്കമായി. കെ-പോപ്പ് തരംഗവും ആഗോള ബ്രാൻഡുകളും. വമ്പൻ സ്പോൺസർമാരുടെ പിന്തുണയോടെ ഫിഫ ലോകകപ്പിന് ആവേശകരമായ തുടക്കം. വാർത്തകൾ വിശദമായി. കുട്ടിക്കാനം മരീൻ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടിയ നവാഗത വിദ്യാർത്ഥികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് കോളേജ് ഒരുക്കിയിരിക്കുന്നത്. അക്കാദമിക് മികവും വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷവും ഉറപ്പാക്കിക്കൊണ്ട് പുതിയ ബാച്ചിനെ സ്വാഗതം ചെയ്യുന്നതായി കോളേജ് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി നമ്മളോടൊപ്പം അതുല്യ ചേരുന്നു. മിൻഹ, ഇപ്പോൾ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 11 മുതൽ ജൂൺ 23 വരെയാണ് പ്രവേശന നടപടികൾ നടക്കുക. പ്രധാനമായും BA, BCom തുടങ്ങിയ കോഴ്സുകളിലേക്കായി ധാരാളം കുട്ടികൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. BA വിഭാഗത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, എക്കണോമിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും, BCom വിഭാഗത്തിൽ BCom വിത്ത് ACCA, BCom വിത്ത് CMA തുടങ്ങിയ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. BSc വിഭാഗത്തിൽ BSc മാത്തമാറ്റിക്സ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി BSc വിഭാഗത്തിൽ BSc സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസ് എന്ന കോഴ്സും, അതുപോലെ തന്നെ BCom വിഭാഗത്തിൽ BCom ഫിൻടെക് ആൻഡ് അപ്ലൈഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കോഴ്സും പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് അവരുടെ അക്കാദമിക് പഠനങ്ങൾക്കപ്പുറം ധാരാളം കോഴ്സുകളും ഇപ്പോൾ ലഭ്യമാണ്. പ്രധാനമായും ചെണ്ട, വയലിൻ, കുക്കിംഗ്, ഫോട്ടോഗ്രാഫി തുടങ്ങിയ നിരവധി കോഴ്സുകളും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ കൂടാതെ ജർമ്മൻ, സിറിയക്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളും ഇപ്പോൾ പഠിക്കാൻ സാധിക്കും. PG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷനുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. MBA, MCA, MCom തുടങ്ങിയ കോഴ്സുകളിലേക്കും, ടൂറിസം മാനേജ്മെൻറ്റ്, അതുപോലെ മീഡിയ സ്റ്റഡീസ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിഗ്രി പ്രോഗ്രാമുകളുടെ ക്ലാസുകൾ ജൂലൈ 1 കൂടിയാണ് ആരംഭിക്കുക. കുട്ടികൾക്കായി ധാരാളം ഓറിയന്റേഷൻ പരിപാടികളും കോളേജ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ സ്നേഹയോടൊപ്പം ന്യൂസ് അറ്റ് മരീനു വേണ്ടി അതുല്യ. കുട്ടിക്കാനം മരീൻ കോളേജിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് വിഭാഗത്തിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. മാധ്യമരംഗത്ത് കരിയർ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്കായി ജേർണലിസം, ഫോട്ടോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ്, പരസ്യ നിർമ്മാണം, ഫിലിം സ്റ്റഡീസ് തുടങ്ങിയ മേഖലകളിൽ പ്രായോഗിക പരിശീലനത്തിന് പ്രാധാന്യം നൽകുന്ന കോഴ്സുകളാണ് വിഭാഗം ഒരുക്കിയിരിക്കുന്നത്. താൽപ്പര്യമുള്ളവർക്ക് കോളേജുമായി നേരിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. സ്ത്രീകളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ശ്രദ്ധ നേടുന്നു. പൊതുഗതാഗത സംവിധാനത്തിന്റെ കൂടുതൽ പ്രയോജനപ്പെടുത്തലിനും സ്ത്രീകളുടെ സാമൂഹികവും തൊഴിൽപരവുമായ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ വനിതാ യാത്രക്കാർക്ക് വളരെ പ്രതീക്ഷയേകുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. 2026 ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 9:30 തിരുവനന്തപുരം KSRTC ടെർമിനലിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിൻ്റെ ഈ വലിയ പദ്ധതിയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. നമുക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചറിയാം. ചേച്ചി, സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതിയെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം ഒന്ന് ഞങ്ങളോട് പറയാം. നല്ല അഭിപ്രായമാണ്. ഇന്ന് രാവിലെയാണ് കയറിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ കണ്ടാൽ തന്നെ ഡ്രൈവർമാർ നിർത്തി കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് കയറി വെച്ച അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല പദ്ധതിയാണ്. പെൺപിള്ളേർക്ക് പോകാനും വരാനും ആയിട്ടുള്ള ഒരു ഹെൽപ്പായിട്ടിരിക്കും. പിന്നെ ജോലി ചെയ്യുന്നവരാണല്ലോ എല്ലാവരും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യൂസ് ആയിരിക്കും തോന്നുന്നു. വളരെയേറെ നല്ലൊരു പദ്ധതിയാണ്. എന്നാന്ന് വെച്ചാൽ പാവപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് പോകാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ 55 കുട്ടിക്കാനത്തോട്ട് വരുന്നത്, ദിവസം 60 രൂപ വണ്ടിക്കൂലിയാണ്. ഇപ്പോൾ എനിക്ക് 60 രൂപ ലാഭമാണ്. എന്നാൽ അത്ര നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആകുന്നുണ്ടല്ലോ. UDF സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകൾക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാനിപ്പോൾ കരുതുന്നു. നമ്മളിപ്പോൾ കേട്ടതുപോലെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് സ്ത്രീജനങ്ങൾക്ക് പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ചുള്ളത്. വരും ദിവസങ്ങളിലും വിജയകരമായി തന്നെ ഈ പദ്ധതി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ അസ്ലമിനോടൊപ്പം ന്യൂസ് അറ്റ് മരീനു വേണ്ടി ബിൻഡ. ഫിഫ ടൂർണമെന്റ് അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ അട്ടിമറികളാണ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. കന്നി ലോകകപ്പിനെത്തിയ കേപ്പ് വെർദെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ സമനിലയിൽ തളച്ചപ്പോൾ ഉറുഗ്വയെ സൗദി അറേബ്യയും ബെൽജിയത്തെ ഈജിപ്തും സമനിലയിൽ പൂട്ടി. എന്നാൽ കരുത്തരായ ജർമ്മനി 1-നെതിരെ 7 ഗോളുകൾക്ക് ക്യൂറോക്കോവയെ തകർത്തിവിട്ടു. 2026 ഫിഫ ലോകകപ്പ്
അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ പുരോഗമിക്കുകയാണ്. 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകതയോടെ ടൂർണമെന്റ് ലോക ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് ഇയിലെ മത്സരത്തിൽ ജർമ്മനി ക്യുറസാവിനെ 7-1 പരാജയപ്പെടുത്തി. ഈ വിജയം ടീമിന്റെ ആക്രമണശേഷി വ്യക്തമാക്കുന്നതിനൊപ്പം ടൂർണമെന്റിലെ ശക്തമായ കിരീടപ്രതീക്ഷകളെയും ഉയർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ കേപ്പ് വെർദെക്കെതിരെ ഗോൾരഹിത സമനില വഴങ്ങി. ടൂർണമെന്റിലെ ആദ്യഘട്ടത്തിലെ പ്രധാന അട്ടിമറികളൊന്നായാണ് ഈ ഫലം വിലയിരുത്തപ്പെടുന്നത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ബെൽജിയവും ഈജിപ്തും 1-1 സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ ഗ്രൂപ്പിലെ മത്സരങ്ങൾ കൂടുതൽ ആവേശകരമാകുമെന്നാണ് പ്രതീക്ഷ. ഗ്രൂപ്പ് എച്ചിലെ മറ്റൊരു മത്സരത്തിൽ ഉറുഗ്വേയും സൗദി അറേബ്യയും 1-1 സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകൾക്കും നോക്കൌട്ട് സാധ്യതകൾ നിലനിർത്താൻ ഈ പോയിന്റ് നിർണായകമാണ്. അർജന്റീന അൾജീരിയ മത്സരത്തിൽ ലയണൽ മെസ്സി അൾജീരിയയ്ക്കെതിരെ തന്റെ ആദ്യ ലോകകപ്പ് ഹാട്രിക് സ്വന്തമാക്കി. ആരാകും ലോക കിരീടം സ്വന്തമാക്കുക എന്ന ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ലോക ഫുട്ബോൾ ആരാധകർ. ആരാകും വേൾഡ് കപ്പ് സ്വന്തമാക്കുക എന്ന് കണ്ടു തന്നെ അറിയാം. ക്യാമറ പേഴ്സൺ ബിൻഡോടൊപ്പം ന്യൂസ് അറ്റ് മരീനു വേണ്ടി അസ്ലം. വാർത്തകൾ ഒരിക്കൽ കൂടി. നവാഗതരെ സ്വാഗതം ചെയ്ത് കുട്ടിക്കാനം മരീൻ കോളേജ്. മാധ്യമമേഖലയിലേക്ക് കരിയർ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്കായി കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്ക് തുടക്കമായി. K-pop തരംഗവും ആഗോള ബ്രാൻഡുകളും. വമ്പൻ സ്പോൺസർമാരുടെ പിന്തുണയോടെ ഫിഫ ലോകകപ്പിന് ആവേശകരമായ തുടക്കം. വാർത്തകൾ അവസാനിച്ചു. നന്ദി.